എന്താ ഇപ്പോൾ രൂപമൊന്നും മിണ്ടാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. വഴിയെ വെൽക്കം പറയാം. അപ്പോൾ ഇതാ ലാസ്റ്റത്തെ ദോശയാണ്. അതും കൂടി ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ? ഇന്ന് ഒരുപോലെ ആയി കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവുക അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ദോശ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇൻട്രോ എടുത്താലോ? സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രോ എടുക്കാൻ എളുപ്പമാവും. അപ്പോൾ ഇതാ ദോശ എത്ര കൊണ്ട് എണ്ണ ഉണ്ട് എന്ന് ഞാൻ എണ്ണി നോക്കി വെക്കുകയാണ്. അപ്പോൾ ഈ പതിവ് എല്ലാവർക്കും ഉണ്ടാവുമല്ലേ? ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതിയല്ലോ, വെറുതെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് എന്തിനാ കളയാൻ നിൽക്കണം അല്ലേ? എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആവി വറുക്കണുണ്ടെങ്കിൽ ആവി അപ്പോൾ ഇത് ദോശയാണ് കേട്ടോ. ഇന്ന് രാവിലെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ കറി കുറച്ചുണ്ട്, ഇന്നലത്തെയാണ്. പിന്നെ നല്ല വെണ്ടയ്ക്ക വറുത്തരച്ച സാമ്പാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ആരും നീട്ടിട്ടില്ല, കുമാറിന് ഇന്ന് പണിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കുമാറിന് അന്ന് കൈയോടെ കിട്ടും. പിന്നെ നല്ല മത്തി മേടിച്ചോണ്ടാ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം എന്തായാലും നമുക്ക് അതൊന്ന് വെറുത്തൊരു പുളി, ഒരു സൊറവെള്ളം പോലത്തെ ഒരു പുളി വയ്ക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറിയ കുഞ്ഞമത്തി സൊറവെള്ളം പോലുള്ള മത്തിച്ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടന് കുട്ടപ്പായൊക്കെ കിടക്കുക, ഞായറാഴ്ച അല്ലേ. കുട്ടപ്പായ്ക്ക് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂക്കാൾക്ക്. അപ്പം എന്തായാലും നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ പൂരം കാണാൻ പോവാം. ആറങ്ങോട്ടര പൂരത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൂരമൊക്കെ കണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ തുടങ്ങാതെ അപ്പോൾ എല്ലാവരും ആയോ. വറുത്തരച്ച സാമ്പാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവം ആയതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് കൂടുതലും വെക്കാറുള്ളത്. പിന്നെ വെള്ളി ചൊവ്വയും ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ തൊട്ടുകൂട്ടാൻ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ ആയിട്ട് വറുത്ത മീനും ഇറച്ചിയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉപ്പേരി, അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നിതാ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി ഇങ്ങനെയുള്ള 4 പലഹാരങ്ങളും മാറി മാറി എല്ലാ ആഴ്ചകളിലും വരാറുണ്ട്. അപ്പോൾ ഇന്നതാ ദോശയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് അരച്ച മാവാണ്, അതുകൊണ്ട് തന്നെ ദോശയ്ക്ക് ഇന്നോടാണോ കളി രൂപ എന്നുള്ളൊരു ഭാവമുണ്ട്. എന്നാലും കുഴപ്പമില്ല, ദോശയൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കുട്ടപ്പാക്കി കഴിക്കാനുള്ളതും മീക്ക് കഴിക്കാനുള്ളതും കുമാറിന് കഴിക്കാനുള്ളതും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഏട്ടന് ചപ്പാത്തി മതി പറഞ്ഞു. അപ്പോൾ 2 ചപ്പാത്തിയും കൂടി എക്സ്ട്രാ ഞാനൊന്ന് ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ കറിയും ചപ്പാത്തി ഏട്ടന്, നമ്മുടെ ദോശയും ചിക്കനും സാമ്പാറും പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ട്. അതും നമ്മുടെ വീട്ടിൽ സ്പെഷ്യലാണ്. അത് വഴി എനിക്ക് കാണിച്ചു തരാം. മുട്ട പുഴുങ്ങിയത് ഏട്ടന് നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുട്ട ഒരു 4 എണ്ണം പുഴുങ്ങി വയ്ക്കും. അങ്ങനത്തെ മുട്ട പുഴുങ്ങിയതും ചിക്കൻ കറി സാമ്പാറും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലാക്കി. ഇനി ഇത് ആറങ്ങോട്ട് പൂരം തുടങ്ങാറായി കേട്ടോ. അപ്പം നമുക്കിനി അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. ഇപ്രാവശ്യം പതിവില്ലാതെ നമ്മുടെ വല്യച്ഛനും വല്യമ്മയൊക്കെ പൂരത്തിന് വരുന്നുണ്ട് കേട്ടോ. സാധാരണ വല്യമ്മ പൂരത്തിന് വരാറില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ രോഹിണിയുടെ അമ്മയും അച്ഛനും നമ്മുടെ കണ്ണനും വന്നിട്ടുണ്ട്. അതായത് രോഹിണിയുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന നമ്മുടെ കണ്ണൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ആറങ്കോട്ടര മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. സുന്ദരികളെന്ന് പറയായിരിക്കും ഏറെക്കുറെ ശരി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടന്മാർക്കൊക്കെ എന്ത് പുറപ്പാടാ, ഒരു ബനിയനും ഒരു പാൻറ്റും ഇട്ട് അല്ലെങ്കിൽ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് കഴിഞ്ഞാൽ അവരെ പുറപ്പാട് കഴിഞ്ഞു. പിന്നെ ആ മുടി ഒന്ന് ചെയ്യുന്ന മേലേക്ക് സെറ്റാക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് നമ്മുടെ അമ്പലത്തിലേക്ക് എത്താറായിട്ടോ. പൂരപ്പറമ്പിൽ നിന്ന് നല്ലോണം ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. പഞ്ചാരി മേളത്തിൻ്റെ ഒക്കെ നല്ലോണം ശബ്ദം കേൾക്കുന്നുണ്ട്. ശിങ്കാരി മേളത്തിൻ്റെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ വീട് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കുറച്ച് അടുത്ത് തന്നെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത് കണ്ണൻകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വല്യമ്മയൊക്കെ.
കുറച്ചും കൂടി രാത്രിയായാലാട്ടോ ഇത് നല്ല ഭംഗിയുണ്ടാവും. ഫുൾ ലേറ്റായിട്ട് നല്ല വലിയ ഗോപുരം പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ചന്തണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് കളിക്കണ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ വള, മാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. പൂരപ്പറമ്പിൽ പോയി ഐസ്ക്രീം തിന്നാതെ എന്ത് പൂരല്ലേ. അപ്പം ഞങ്ങൾ ആദ്യത്തെ ഐസ്ക്രീം അങ്ങോട്ട് പാസ്സാക്കി. അത് നമ്മുടെ കണ്ണൻ്റെ വകയായിരുന്നു കേട്ടോ. നല്ല ചോക്കോബാറായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞപ്പൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കുക. പക്ഷെ അവൻ കൂട്ടാക്കണില്ല. എപ്പോഴാണ് അടി വരികയാണാവോ. അതുകൊണ്ട് ഞാൻ 1 മീറ്റർ അകലെ നിന്നിട്ടാണ് വികൃതിയൊക്കെ കാണിക്കുന്നത്. നല്ല രസമാട്ടോ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ നമ്മുടെ ചിത്തപ്പൻ്റെ മോനാണ് കേട്ടോ. അടുത്ത് നിൽക്കുന്നുണ്ട് നന്ദിനി. അതേ കളറ് ചുരിദാർ ഇട്ടിട്ട് ഒരു ഡാർക്ക് ബ്ലൂ ചുരിദാർ ഇട്ടിട്ട് ആ കുട്ടിയാണ് കേട്ടോ നന്ദിനി. നന്ദിനിയുടെ മോനാണ്. അങ്ങനെ ഇതാ കുട്ടപ്പായി കളിപ്പാട്ടം വന്നപ്പോൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ ചേട്ടനാണെങ്കിൽ കുട്ടപ്പായുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം താറയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ തറയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ശരത്തെ വിളിച്ചിട്ട് ഒരു വിളി കേൾക്കണത്. അത് നോക്കുമ്പോൾ നമ്മുടെ സുനിയേട്ടോ 2 ബലൂണും കൈ പിടിച്ചിട്ട് വരിക. അതാ നീളമുള്ളതല്ലേ, അതാണ് കേട്ടോ. അങ്ങനെയാണല്ലോ അല്ലേ നമ്മുടെ പൂരമായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരുടെ സംഗമം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട കലാരൂപങ്ങൾ കാണാൻ പറ്റുന്ന അവരുടെ ആ ഒരു നൃത്തവും കാര്യങ്ങളൊക്കെ ചുവടുവെപ്പൊക്കെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷം. പിന്നെ നടന്ന് വാരി വലിച്ച് തിന്നുക, അതാണ് മെയിൻ പരിപാടി. പിന്നെ നമുക്ക് കാവടി കാണാം. ഒരുപാട് കലാരൂപങ്ങൾ നമുക്ക് നമ്മുടെ പൂരായി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ പഴയകാല സുഹൃത്തുക്കളെ, ഒപ്പം പഠിച്ച പിള്ളേരെ, അങ്ങനെ ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റൂലേ. പിന്നെ നമുക്ക് പോയി സംസാരിക്കാൻ പറ്റാതെ ചില ഇണക്കങ്ങളും ഉള്ള ആൾക്കാരെ ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സന്തോഷം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന പൂരായാലും മറ്റെന്ത് ഒരു പൂരത്തിന് കിട്ടുന്ന ഒരു വൈബാണ് അതൊക്കെ അല്ലേ. അങ്ങനെ ആ കാവടി കാട്ടം കഴിഞ്ഞിട്ട് അവർ മറ്റു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വേറൊരു ഏരിയയിലേക്ക് പോകാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറേ പിള്ളേരെ കണ്ടു, അവരുടെ അടുത്ത് സംസാരിച്ചു. നമ്മുടെ രേഷ്മയും അമ്പിയേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് സംസാരിച്ചു, അവർക്ക് കൈസ് മേടിച്ചു കൊടുത്തു. അങ്ങനെ സന്ധ്യ ആവാൻ തുടങ്ങി കേട്ടോ. സന്ധ്യ ആവാൻ തോറുമാണ് നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ ഭംഗി കൂടി വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഗംഭീരമായിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇപ്രാവശ്യം. അങ്ങനെ എല്ലാ കലാരൂപത്തിൻ്റെ ആടി തിമിർക്കലൊക്കെ കഴിഞ്ഞ് ഓരോ സെറ്റ് ഇങ്ങനെ നമ്മുടെ പൂരപ്പറമ്പ് വിട്ട് ഒഴിഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ ആലോചിക്കുന്നുണ്ടാവുക അടുത്ത കൊല്ലം നമുക്ക് പാക്കലാം, അടുത്ത കൊല്ലം നമുക്ക് ഇതിനേക്കാളും നന്നാക്കാം. ഓരോ കമ്മിറ്റിക്കാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഞങ്ങളും വിചാരിച്ചു അടുത്ത കൊല്ലം ഒന്നും കൂടി ഉഷാറാവട്ടെ പൂരം. അപ്പോൾ എന്തായാലും നമ്മുടെ ആറങ്ങോട്ട് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആനപ്പൂരമൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി രാത്രി നല്ല രസമാണ് കേട്ടോ. വെളിച്ചപ്പാട് തുള്ളി വന്നിട്ട് നമ്മുടെ കുരുതി ആടലും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കാണാൻ നമ്മൾ നിൽക്കണില്ല, ഒരുപാട് രാത്രിയാവും. പക്ഷെ നന്ദനയും കുഞ്ഞു രോഹിണിയൊക്കെ അത് കാണാൻ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞങ്ങൾക്ക് ഈ
എന്താ വെച്ചാൽ ഇപ്രാവശ്യം 3 വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡ്. നമ്മൾ ആറങ്ങോട്ട് രതീഷേട്ടൻ, അതേപോലെ തന്നെ സുനിയേട്ടൻ, നമ്മുടെ വല്യമ്മയുടെ വീട്. അപ്പോൾ എല്ലായിടത്തും ഫുഡ് കഴിച്ചിട്ടും പക്ഷെ നമ്മുടെ പൂരപ്പറമ്പിൽ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി വിരിട്ടാണം പൂരത്തിന് നടന്ന് തിന്നണം കേട്ടോ രോഹിണി, കുഞ്ഞു, നന്ദു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടനും പറഞ്ഞു ആ ശരിയെന്ന്. പക്ഷെ ഞങ്ങളിതിൻ്റെ വിഷമം രാമംകുളങ്ങര പൂരത്തിന് പോയിട്ടാണ് മാറ്റിയിട്ടോ. അവിടെ പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഭക്ഷണം ഇതൊക്കെ ഒരു വൈബാണ് കേട്ടോ. നമുക്ക് കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു വൈബാണ്. ഇതൊന്നും മിസ് ചെയ്യരുത് ആരും. അങ്ങനെ പൂരപ്പറമ്പെന്ന് ഭക്ഷണം കഴിക്കാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കഴിക്കും കേട്ടോ. ഞാൻ ഏട്ടനും നമ്മുടെ ഫാമിലീസൊക്കെ കഴിക്കും. അതൊരു രസമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് വയറ് നിറച്ചു കേട്ടോ. ഏട്ടൻ ഒന്നും കഴിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി രജിഷേൻ്റെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ളതാണ്. പിന്നെ വല്യമ്മയോടൊന്നും കഴിക്കണം. അപ്പോൾ ഇനി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കഴിച്ചില്ലെങ്കിൽ അവർക്കൊരു വിഷമാവില്ലേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ഷണിച്ചിട്ട് നമ്മൾ ചെന്നില്ലെങ്കിലും ഫുഡ് കഴിച്ചില്ലെങ്കിലും അത് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതങ്ങനെ ആരും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കായ ബജ്ജി, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജിയില്ലേ അതും, പിന്നെ കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ള അതൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. കുറേശ്ശെ നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ കുമാർ പരിചയമുള്ള ആരെ കണ്ടിട്ട് കൈ കൊണ്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരമാണല്ലേ, നമ്മൾ പൂരപ്പറമ്പിൽ നമ്മുടെ നാട്ടിൻപുറമല്ലേ, അപ്പോൾ നാട്ടിലുള്ള എല്ലാവരും നമ്മൾ കാണും. അപ്പോൾ നമ്മൾ പരിചയം പുതുക്കുക. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു സന്തോഷം ഉണ്ടോ. തറയൊക്കെ പോകണുണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ കുട്ടപ്പായ്ക്ക് ഒരു സാധനം, ഒരു ചീട്ട് പോലത്തെ ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് പോയി. അവിടെ പോയപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടന് മോതിരം മേടിക്കണം എന്നൊരു പൂതി. അങ്ങനെ ഏട്ടൻ മോതിരം എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഏട്ടന് പാകമാവണമെന്നില്ല. അപ്പോൾ ഏട്ടൻ പറയും എനിക്ക് വേണ്ടിയിട്ട് ഇനി പണിയിപ്പിക്കേണ്ടി വരും, എൻ്റെ അളവിൽ ഇവിടെ ഒരു മോതിരമൊന്നും ഇല്ലയെന്ന്. അങ്ങനെ ഇതാ കുട്ടപ്പായ്ക്ക് വേണ്ട ചീട്ട്, അത് കളിക്കാരുടെ ഫോട്ടോസാണ് അതിലുണ്ടാവുക. അങ്ങനെ ആനപ്പൂരം കഴിഞ്ഞ് ആനയും പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ആന വരുന്ന കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. രോഹിണിക്ക് പിന്നെ ആനേനെ ഭയങ്കര പേടിയാണ്. പക്ഷെ കണ്ണന് ആനേനെ പേടിയൊന്നുമില്ല കേട്ടോ. കണ്ണന് ആനപ്പൂരം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആനേനെ കണ്ടപ്പോൾ ആനയുടെ അടുത്തേക്ക് പോണ കണ്ടു. കണ്ണൻ ഇവിടെ രോഹിണീനെ കെട്ടാൻ പോണ ചെക്കൻ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ കണ്ണൻ എന്നുള്ളൊരു പേര് നമ്മൾ ഇങ്ങനെ പറയാറില്ലല്ലോ, അതുകൊണ്ടാണ് പറയണത്. അങ്ങനെ ആനപ്പൂരൊക്കെ കഴിഞ്ഞ് കുട്ടപ്പായ്ക്ക് എന്താ വേണ്ടതെന്ന് കണ്ണൻകുട്ടി ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പച്ച കുത്തിയാൽ മതിയെന്ന്. അങ്ങനെ മാഞ്ഞു പോണ പച്ച കുത്തണില്ലേ അത് കുത്തിയിട്ടോ. അതൊക്കെ ഒരു രസമാണ്. പണ്ടൊക്കെ മോതിരമായിരുന്നു, നമ്മൾ പേര് കുത്തിയ മോതിരം മേടിക്കും. പക്ഷെ ഇപ്പം അതങ്ങനെ കൂടുതൽ കാണാനില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയാണ്. അങ്ങനെ അതാ കമ്മലുകൾ ഇങ്ങനെ ഏട്ടന്മാർ ഈ കളിപ്പാട്ടങ്ങളും ബലൂണൊക്കെ കൊണ്ടുനടക്കണ പോലെ ഇങ്ങനെ കൊണ്ടുനടന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ. കൂടുതലും ഇപ്പോൾ ഫുഡിൻ്റെ ഐറ്റംസാണ് കൂടുതലും വരാറുള്ളത് കേട്ടോ നമ്മുടെ ആറങ്ങോട്ട് പൂരത്തിന്. അങ്ങനെ ഞങ്ങൾ പൂരമൊക്കെ കഴിഞ്ഞ് വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരേ തമാശകൾ നമ്മുടെ ചിത്തപ്പ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളത് കേൾക്കുന്നുണ്ട്. അത് നന്ദിനിക്കുട്ടി ഹായ് കാണിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ആറങ്ങോട്ടര പൂരം നമ്മൾ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു. വല്യമ്മയുടെ വീട്ടിൽ ഫുഡ് ഉണ്ടായിരുന്നത് ബീഫ് കറി, അതേപോലെ തന്നെ ബീഫ് റോസ്റ്റാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ ബിരിയാണി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്ദനയും വല്യച്ഛനും വല്യമ്മയൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ സുനിയേട്ടൻ്റെ വീട്ടിൽ ചിക്കൻ മന്തി, അതേപോലെ തന്നെ മീൻ കൂട്ടാൻ, മീൻ വറുത്തത്, അങ്ങനെ കുറച്ച് സ്പെഷ്യൽ. പിന്നെ നമ്മുടെ രജീഷേട്ടൻ്റെ, അതായത് ആറങ്ങോട്ട് രജീഷേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ എന്താ പറയുക ചിക്കൻ ബിരിയാണി, അതേപോലെ തന്നെ ബീഫ് റോസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും എടുത്തില്ല, ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പൂരമൊക്കെ കഴിഞ്ഞ് രോഹിണി ആട്ടും പാട്ടൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നിങ്ങൾ കണ്ടില്ലേ. വളരെ എൻജോയ് ചെയ്തിട്ടാണ് അവൾ കൊല്ലത്തെ പൂരം ആഘോഷിച്ചത്. അടുത്ത കൊല്ലം ഇനി അവൾ ചെക്കൻ്റെ വീട്ടിലല്ലേ, അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരായിട്ടുള്ള ആഘോഷമായിരിക്കും അടുത്ത കൊല്ലം. അങ്ങനെ ഞങ്ങൾ വല്യമ്മയുടെ വീട്ടിലെത്തി. വല്യമ്മയുടെ വീട്ടിൽ നല്ല നെയ്ച്ചോറും ബീഫും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഇത് രാവിലത്തെ കുറച്ച് സന്തോഷ നിമിഷങ്ങളാണ് കേട്ടോ, നമ്മൾ കുഞ്ഞപ്പനായിട്ട് വികൃതി കാണിക്കണതൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരാം കേട്ടോ. അപ്പോൾ മത്തിക്കറിയുടെ വീഡിയോ അടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞുവിൻ്റെ ഫ്രണ്ട്സാണ്. പതിവ് പോലെ നമ്മുടെ ആറങ്ങോട്ടര നമ്മുടെ അയ്യപ്പങ്കാട് ഗാങ്, നമ്മുടെ അച്ചുട്ടൻ, അതേപോലെ തന്നെ രേഷ്മ, പൊന്നു, സമ്പേച്ചി, ഇന്നത് കണ്ണൻ, രോഹിണി, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി, അതായത് നമ്മുടെ മങ്ങാട്ടുഞ്ഞാൽ ഫാമിലി. അങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം.